11 വർഷം അനുഭവിച്ചത് കൊടിയ പീഡനങ്ങൾ. അമ്മ മരിച്ചതറിയാതെ 10 വയസ്സുകാരി. ശനിയാഴ്ച ഷാർജയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട തേവലക്കര കോയിവിള തട്ടാന്റെ വടക്കതിൽ അതുല്യ ഭവനിൽ അതുല്യ 11 വർഷം അനുഭവിച്ചത് കൊടിയ പീഡനങ്ങൾ. ഭർത്താവ് ശാസ്താംകോട്ട മനക്കര സ്വദേശി സതീഷ് ശങ്കറിന്റെ പീഡനമാണ് മരണകാരണമെന്ന് അതുല്യയുടെ കുടുംബവും സുഹൃത്തുക്കളും ഉറപ്പിച്ചു പറയുന്നു. ഇത് ശരിവെക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും വാട്സപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും ഒട്ടേറെയുണ്ട്. ശാരീരിക മാനസിക പീഡനങ്ങളുടെ വിവരം അമ്മയെയും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അതുല്യ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. ഇരുവരുടെയും കുടുംബങ്ങളുമായും അയൽക്കാരുമായും സംസാരിച്ചപ്പോഴും സതീഷിന്റെ സ്വഭാവ വൈകൃതങ്ങളുടെയും സംശയരോഗത്തിന്റെയും മദ്യപാനത്തിന്റെയും പേടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതുല്യയെ കൊലപ്പെടുത്തിയതാണെന്ന അമ്മ തുളസിഭായിയുടെ മൊഴിയിൽ തെക്കുംഭാഗം പോലീസ് സതീഷ് ശങ്കറിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. 30ാം ജന്മദിനത്തിലാണ് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയുടെ മൃതദേഹം ഷാർജ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മോർച്ചറിയിലേക്ക് മാറ്റി. അയാൾ എന്നെ ചവിട്ടിക്കൂട്ടി, ജീവിക്കാൻ പറ്റുന്നില്ല, ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തത്, അതുല്യ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. കല്യാണത്തിന് ശേഷം പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നെന്നും സതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ ദുരനുഭവങ്ങൾ തന്നോട് അതുല്യ പറഞ്ഞിട്ടുണ്ടെന്നും നാട്ടിലെ സുഹൃത്ത് പറഞ്ഞു. അതുല്യയ്ക്ക് സതീഷിനോട് വലിയ സ്നേഹമായിരുന്നു. ബുദ്ധിമുട്ടാണെങ്കിൽ ബന്ധം ഉപേക്ഷിക്കാനും വീട്ടിലേക്ക് വരാനും വീട്ടുകാർ പറഞ്ഞിരുന്നു. എന്നാൽ പലപ്പോഴും ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നും പറ്റിപ്പോയെന്നുമൊക്കെ സതീഷ് മാപ്പ് പറഞ്ഞിരുന്നു. തുടർന്ന് വീണ്ടും സതീഷിനൊപ്പം ജീവിക്കാൻ അതുല്യ തീരുമാനിക്കുകയായിരുന്നെന്നും സുഹൃത്ത് പറയുന്നു. അതുല്യയും സതീഷും തമ്മിൽ പ്രായവ്യത്യാസമുണ്ട്. അതിന്റെ ഈഗോ സതീഷിനുണ്ടെന്ന് അതുല്യ പറയാറുണ്ടായിരുന്നു. അതുല്യ എപ്പോഴും വിളിച്ച് വിഷമം പറയാറുണ്ടായിരുന്നുവെന്നും സുഹൃത്ത് പറയുന്നു. സതീഷ് മർദ്ദിച്ചതിന്റെ പാടും കസേരയെടുത്ത് അടിക്കാൻ ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കത്തിപ്പിടിച്ചു നിൽക്കുന്ന ഇയാൾ ആക്രോശിക്കുന്നതും മർദ്ദനമേറ്റ് അതുല്യ കരയുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തിയ സതീഷ് താൻ അതുല്യയെ മർദ്ദിക്കാറുണ്ടെന്ന് മാധ്യമങ്ങളോട് സമ്മതിച്ചു. ഉപദ്രവം ബുദ്ധിമുട്ടാണെങ്കിൽ അവൾ എന്നെ വിട്ട് പോകുമായിരുന്നില്ലേ എന്നാണ് അയാളുടെ ചോദ്യം. ജോലിക്ക് പോകുമ്പോൾ അതുല്യയെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് താക്കോലുമായാണ് സതീഷ് പോകാറുള്ളതെന്ന് അതുല്യയുടെ അമ്മ തുളസിഭായി പറഞ്ഞു. വീട് പൂട്ടിപ്പോയാലും തിരികെ എത്തുമ്പോൾ വീടും ഫോണുമെല്ലാം പരിശോധിക്കും. കല്യാണ നിശ്ചയത്തിന് ശേഷമാണ് സ്വഭാവം മനസ്സിലായത്. എപ്പോൾ ഫോൺ വിളിച്ചാലും എടുക്കണമെന്ന് പറഞ്ഞ് അന്നേ നിബന്ധനകൾ വെച്ചിരുന്നു. നിശ്ചയത്തിന് ശേഷം പലവട്ടം വിവാഹം വേണ്ടെന്ന് വെച്ച് മോതിരം ഊരി നൽകിയിരുന്നു. അപ്പോഴൊക്കെ സതീഷിന്റെ അമ്മ വീട്ടിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കി കരഞ്ഞാണ് കല്യാണം നടത്തിയതെന്നും തുളസിഭായി പറഞ്ഞു. അതുല്യയുടെ മകൾക്ക് 1.5 വയസ്സുള്ളപ്പോൾ വിവാഹബന്ധം വേർപെടുത്താൻ കേസ് കൊടുത്തിരുന്നു. 2 കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ വീട്ടുകാരറിയാതെ അതുല്യയെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കാനുള്ള രേഖകളിൽ ഒപ്പിടിവിച്ചു. കേസ് തീരുന്നതിന് മുമ്പ് ഫ്ളാറ്റ് എടുത്ത ശേഷം കൂട്ടുകാരുമൊത്ത് വീടിന്റെ മതിൽ ചാടി അതുല്യയെ കൊണ്ടുപോകാനെത്തി. പിന്നീട് വീട്ടുകാരെയും ബന്ധുക്കളെയും വരുത്തി സംസാരിച്ച ശേഷം സതീഷിനൊപ്പം വിടുകയായിരുന്നു. ബന്ധം വേർപെടുത്തി എവിടെ പോയാലും പിന്നാലെ എത്തി കൊലപ്പെടുത്തിയ ശേഷം താനും ആത്മഹത്യ ചെയ്യുമെന്ന് സതീഷ് ഭീഷണിപ്പെടുത്തിയതായി അതുല്യ പറഞ്ഞിരുന്നു. ശാസ്താംകോട്ടയിലെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ശാന്തനായിരുന്നു സതീഷ് എന്ന് സഹപാഠികൾ പറയുന്നു. പ്രായമായ ശേഷമാണ് മദ്യപാനം തുടങ്ങിയത്. ഗൾഫിൽ പോയ ശേഷം മദ്യപിച്ച് ദിവസങ്ങളോളം ജോലിക്ക് ഹാജരാകാതെ ഇരുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലേബർ ക്യാമ്പിൽ മദ്യപിച്ച് വലിയ പ്രശ്നമുണ്ടാക്കിയതായി ഗൾഫിലെ മലയാളി വ്യവസായിയുടെ കമ്പനിയിൽ ഒപ്പമുണ്ടായിരുന്ന തെക്കുംഭാഗം സ്വദേശി പറഞ്ഞു. മദ്യപിച്ച ഭ്രാന്തനെ പോലെ അതുല്യയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മർദ്ദനശേഷം ശാസ്താംകോട്ടയിലെ കുടുംബ വീട് തന്റെ പേരിൽ എഴുതി വെക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്ഥിരമായി പ്രശ്നമുണ്ടാക്കി. സ്വന്തം അമ്മയുമായി പോലും 4 വർഷമായി സംസാരിച്ചിട്ടില്ലെന്നാണ് അയൽക്കാർ നൽകുന്ന വിവരം. മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും കുഞ്ഞിനു വേണ്ടി അവൾ എല്ലാം സഹിക്കുകയായിരുന്നുവെന്നും അതുല്യയുടെ അച്ഛൻ രാജശേഖരപിള്ള പറഞ്ഞു. സതീഷ് മകളെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിലും ക്രൂരമായി ഉപദ്രവിച്ചു. പീഡനത്തെ തുടർന്ന് മകളെ നാട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ബന്ധം വേർപെടുത്താനും തീരുമാനിച്ചിരുന്നു. എന്നാൽ കൗൺസിലിംഗിന് ശേഷം ഒന്നിച്ചു പോകാൻ തീരുമാനിക്കുകയായിരുന്നു. അച്ഛനൊപ്പം ഷാർജയിൽ താമസിക്കുന്ന അമ്മ മരിച്ച വിവരം 10 വയസ്സുകാരി ആരാധ്യ അറിഞ്ഞിട്ടില്ല. ഷാർജയിൽ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട അതുല്യയുടെ മകൾ ആരാധ്യ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ശനിയാഴ്ച സ്കൂൾ വിട്ടു വന്നപ്പോൾ വീട്ടുമുറ്റത്തെ ആൾക്കൂട്ടം കണ്ട് അമ്പരന്നുപോയ കുഞ്ഞ് അമ്മൂമ്മയ്ക്ക് അസുഖം വല്ലതുമായോ എന്ന് തിരക്കിയെന്ന് തേവലക്കര പഞ്ചായത്ത് അംഗം ബിന്ദുമോൾ പറഞ്ഞു.
കുഞ്ഞ് വരുമ്പോൾ കരയരുതെന്നും വിഷമം കാണിക്കരുതെന്നും ബന്ധുക്കൾ അമ്മൂമ്മ തുളസിഭായിയോട് പറഞ്ഞിരുന്നു. അവരത് അപ്പടി അനുസരിച്ചതിനാൽ ആരാധ്യയ്ക്ക് സംശയം തോന്നിയില്ല. ഞായറാഴ്ച രാവിലെ തന്നെ ആരാധ്യയെ അയൽവീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു.